ഇവർക്ക് വർഷത്തിൽ 27 പെയ്ഡ് ലീവ് ഉണ്ട്, ശമ്പളത്തോടു കൂടി അവധി. അതായത് 12 മാസം വർക്ക് ചെയ്യണം, അതിനകത്ത് 11 ഈ പറയുന്ന അവേഴ്സേ ഉള്ളൂ നാട്ടിൽ വന്ന് പോകാം. ആ കിട്ടുന്നത് ആ ബോണസ് കിട്ടുന്ന എമൗണ്ട് ഇവർക്ക് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരാം. ഇതിൽ ഇവർക്ക് ചിലവാകുന്ന വെച്ച് ഈ 1.5 ലക്ഷം ഞാൻ പറഞ്ഞല്ലോ 1515, ഇത് മുഴുവനും ഇവരുടെ കയ്യിലേക്ക് കിട്ടുന്നതല്ല. ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി കട്ടിംഗ് ഉണ്ട്, ചെറിയൊരു ടാക്സ്, അവരൊരു ഇത് മുനിസിപ്പാലിറ്റി ടാക്സ് അല്ലെങ്കിൽ റേഡിയോ ടാക്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് കട്ടിങ്ങുകളുണ്ട്. അതുകൂടാതെ ഇവരുടെ അക്കോമഡേഷൻ എക്സ്പെൻസ്, ഈ അക്കോമഡേഷനെല്ലാം ഈ കുട്ടികൾ പോകുമ്പോൾ, ഇപ്പോൾ കാനഡ ചോദിച്ചല്ലോ, കാനഡയ്ക്ക് പോവുകയാണെങ്കിൽ ഈ കുട്ടികളെല്ലാം സ്വന്തമായിട്ടൊരു അക്കോമഡേഷൻ കണ്ടെത്തി സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് മുടക്കി വേണം പോകാൻ. ഇവിടെ ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സിന് പോകുന്ന കുട്ടികൾക്കൊക്കെ ആ നേഴ്സിംഗ് ഹോം ഒരു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കും ചെല്ലുന്ന സമയത്ത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അക്കോമഡേഷൻ്റെ അവർക്ക് കിട്ടുന്ന അക്കോമഡേഷൻ്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റി അക്കോമഡേഷൻ ഇവർ ചെല്ലുമ്പോൾ റെഡിയാണ്. അവർക്ക് നേരെ കയറി അവിടെ താമസിച്ചാൽ മതി, ഇതിനുവേണ്ടി അന്വേഷിക്കേണ്ട, അതിനുവേണ്ടി പൈസ മുടക്കണ്ട. അവിടെ താമസത്തിനൊരു ചെറിയ തുക, ആവറേജ് വരുന്നത് ഒരു 300 മുതൽ 400 വരെ യൂറോയാണ്. അത് ചിലർക്ക് 300 കിട്ടാൻ, ചിലർക്ക് 350 ആവാം, ഡിപ്പെൻഡ് അപ്പോൺ ദ ഏരിയ. ചിലർക്ക് 500 വരെ പോയിട്ടുണ്ട്. എന്നാലും അവർക്ക് സേഫ് ആയിട്ടൊരു സിംഗിൾ റൂം അക്കോമഡേഷൻ 27 സ്ക്വയർ മീറ്റർ വേണമെന്നുള്ളതാണ് അവിടെ നിയമം. അതനുസരിച്ച് അവർക്ക് നല്ല റൂം കിട്ടും.